സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ലഭിച്ച വലിയൊരു സപ്പോർട്ടിനെ കുറിച്ചാണ്. ഇത് പാകിസ്ഥാന്റെ ഭീകര ഫണ്ടിംഗ് നെറ്റ്വർക്കുകൾക്ക് മുമ്പിൽ ഉയർന്ന പുതിയൊരു വാർണിംഗ് സിഗ്നലും കൂടിയാണ്. 1994 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ വിവേക് അഗർവാള് FATF, അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫിനാൻഷ്യൽ ക്രൈം വാച്ച് ഡോഗിന്റെ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കാലാവധി ജൂലൈ 2026 മുതൽ ജൂൺ 2027 വരെ. ഇന്ത്യക്ക് FATF വൈസ് പ്രസിഡൻസി ലഭിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്താ ഇതിന്റെ യഥാർത്ഥ അർത്ഥം? ഇന്ത്യക്ക് ഇതിലൂടെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലേക്ക് തള്ളാൻ സാധിക്കുമോ? ഭീകര സംഘടനകളിലേക്ക് പണം എത്തിക്കുന്ന ഹവാല റൂട്ടുകൾ, ഫേക്ക് ചാരിറ്റികൾ, ഷെൽ NGOകൾ, ക്രിപ്റ്റോ വാലറ്റ്സ്, ഇതിനെയെല്ലാം ലോകത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് എങ്ങനെ സാധിക്കും? ഏറ്റവും പ്രധാനമായിട്ട് പാകിസ്ഥാൻ ഇനി എന്തുകൊണ്ട് ബാക്ക് ഫുട്ടിലാകും? ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാമാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. FATF എന്താണ്? പാകിസ്ഥാൻ അതിനെ എന്തുകൊണ്ട് ഭയക്കുന്നു? FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ലളിതമായിട്ട് പറഞ്ഞാൽ ലോകത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകര ഫണ്ടിങ്, അപകടകരമായ ആയുധ പദ്ധതികൾക്ക് പണമെത്തിക്കൽ എന്നിവ തടയാൻ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്ന അന്താരാഷ്ട്ര സംവിധാനമാണ് FATF. ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് തോക്ക്, ബോംബ്, ഡ്രോണ്, മിസൈല് ഇതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ കാണാത്ത ഒരു വലിയ ചോദ്യമുണ്ട്. ആയുധം വാങ്ങാനുള്ള പണം എവിടെ നിന്ന് വന്നു? ഭീകരന്മാരുടെ ട്രെയിനിങ്, ട്രാവല്, സേഫ് ഹൗസ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ആരാണ് ഫിനാൻസ് ചെയ്യുന്നത്? ആ പണം ബാങ്കിങ് സിസ്റ്റം വഴിയോ, ഹവാല വഴിയോ, ഫേക്ക് ചാരിറ്റി വഴിയോ, ക്രിപ്റ്റോ വാലറ്റ് വഴിയോ എത്തിയതാണോ? ഇതൊക്കെയാണ് FATF പരിശോധിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പേര് FATFിൻ്റെ ഗ്രേ ലിസ്റ്റിൽ വന്നാൽ ആ രാജ്യത്തിൻ്റെ ബാങ്കിങ് ക്രെഡിബിലിറ്റിക്ക് വലിയ ആഘാതമാകും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത കാണിക്കും, ഇൻ്റർനാഷണൽ ലോണുകൾ ബുദ്ധിമുട്ടാകും, IMF, വേൾഡ് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളും കറസ്പോണ്ടന്റ് ബാങ്കുകളും കൂടുതൽ സ്ക്രൂട്ടിനി നടത്തും. അതുകൊണ്ടാണ് പാകിസ്ഥാൻ FATFിനെ ഭയക്കുന്നത്. കാരണം FATF ഒരു പ്രസ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഓക്സിജൻ സപ്ലൈ വരെ ബാധിക്കാവുന്ന സംവിധാനമാണ്. ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യ ലോകത്തോട് പറഞ്ഞത് ഒരേ കാര്യം: ഭീകരവാദത്തെ തോൽപ്പിക്കണമെങ്കിൽ ഭീകരനെ മാത്രം ഇല്ലാതാക്കുന്നത് പോരാ, അവൻ്റെ ഫണ്ടിങ് ചെയിൻ മുറിക്കണം. ഒരു ഭീകര സംഘടന ബോംബ് വയ്ക്കുന്നതിന് മുമ്പ് പണം ശേഖരിക്കുന്നു, അതിർത്തി കടക്കുന്നതിന് മുമ്പ് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൊപ്പഗണ്ട നെറ്റ്വർക്കും ഉണ്ടാക്കുന്നു. ഇവയ്ക്കെല്ലാം പണം വേണം. അതുകൊണ്ട് ടെറർ ഫിനാൻസിങ് തകർക്കുക എന്നത് നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രധാന ഭാഗമാണ്. ഇന്ത്യക്ക് ഈ വിഷയത്തിൽ തിയററ്റിക്കൽ നോളജ് അല്ല ഉള്ളത്. മുംബൈയിലെ 26/11 അറ്റാക്ക്, പാർലമെന്റ് അറ്റാക്ക്, പുൽവാമ അറ്റാക്ക്, കാശ്മീരിലെ ആക്രമണങ്ങൾ, ഇന്ത്യ ഇതിൻ്റെ നേരിട്ടുള്ള ഇരയാണ്. അതുകൊണ്ട് FATFിൽ ഇന്ത്യ സംസാരിക്കുമ്പോൾ അത് പുസ്തകത്തിൽ നിന്നുള്ള അറിവല്ല, അതൊരു ബാറ്റിൽ ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ചില ആളുകൾ പറയുന്നത് പോലെ FATF വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നാളെ രാവിലെ പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. FATF ഒരു രാജ്യത്തിൻ്റെ പ്രതികാര വേദിയല്ല. തീരുമാനങ്ങൾ എവിഡൻസ്, പിയർ റിവ്യൂ, മ്യൂച്വൽ ഇവാലുവേഷൻ, കോൺസെൻസസ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്. പക്ഷെ അതുകൊണ്ട് ഈ പദവി ചെറുതാകുന്നില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇന്ത്യക്ക് അജണ്ട സെറ്റിങ്ങിലും പോളിസി ഫോക്കസിലും ഇവാലുവേഷൻ കൾച്ചറിലും ഇംപ്ലിമെന്റേഷൻ പ്രഷറിലുമെല്ലാം സ്വാധീനം ചെലുത്താനുള്ള അവസരം നൽകും. ഇന്ത്യക്ക് ഇനി ശക്തമായിട്ട് പറയാൻ സാധിക്കും. നിയമമുണ്ടോ എന്ന് മാത്രം നോക്കരുത്, അത് ഗ്രൗണ്ടിൽ നടപ്പിലാകുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഒരു ടെറർ ഓർഗനൈസേഷൻ ബാൻ ചെയ്തു എന്നതുകൊണ്ട് മാത്രം മതിയാവില്ല, അതിൻ്റെ റീബ്രാൻഡഡ് ചാരിറ്റി വീണ്ടും പണം ശേഖരിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. UN ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവരുടെ ഫണ്ട് റൈസേഴ്സ്, ഫ്രണ്ട് ഓർഗനൈസേഷൻസ്, ഹവാല ഓപ്പറേറ്റേഴ്സ്, ഡിജിറ്റൽ വാലറ്റ്സ്, ഇവയ്ക്കെതിരെ റിയൽ ആക്ഷൻ ഉണ്ടോ എന്നതിന് തെളിവ് വേണം. ഇതാണ് പാകിസ്ഥാൻ ബാക്ക് ഫുട്ടിലാകുന്ന ആദ്യ കാരണം. ഇനി വെർബൽ അഷുറൻസ് പോരാ, ഡോക്യുമെൻ്ററി പ്രൂഫ് വേണം. പിന്നെ പാകിസ്ഥാൻ്റെ പഴയ കളിയുണ്ടല്ലോ, സെലക്റ്റീവ് കംപ്ലയൻസ്. അതായത് തെരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കി എന്ന് പറഞ്ഞ് ലോകത്തിനെ പറ്റിക്കുന്ന പരിപാടി, അതിനി നടക്കില്ല. പാകിസ്ഥാൻ 2018 മുതൽ 2022 വരെ FTAയുടെ ഗ്രേ ലിസ്റ്റിലായിരുന്നു. പിന്നീട് അവർ ആക്ഷൻ പ്ലാൻസ് എല്ലാം പൂർത്തിയാക്കിയതായിട്ട് കാണിച്ച് ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്തു വന്നതാണ്. പക്ഷേ ഇന്ത്യയുടെ ചോദ്യം ഇതാണ്:
ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തു വന്നു എന്നതുകൊണ്ട് ടെറർ എക്കോസിസ്റ്റം തകർന്നോ? അവർ ക്ലോസ് ചെയ്ത സംഘടനകൾ പുതിയ പേരിൽ പ്രവർത്തിക്കുന്നത് അവസാനിച്ചോ? അതുപോലെ ചാരിറ്റി ഫ്രണ്ടുകൾ, മദ്രസ നെറ്റ്വർക്കുകൾ, ഹവാല ചാനൽസ്, ബോർഡർ സ്മഗ്ലിംഗ്, ഡ്രഗ് മണി, റാഡിക്കൽ പ്രൊപ്പഗണ്ട ഇതെല്ലാം ഇല്ലാതായോ? പാകിസ്ഥാന്റെ പഴയ രീതിയാണ് ഈ സെലക്റ്റീവ് കംപ്ലയൻസ്. ഇന്റർനാഷണൽ പ്രഷർ കൂടുമ്പോൾ ചില അറസ്റ്റുകൾ നടത്തും, ചില ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യും, ചില ഓർഗനൈസേഷൻസിനെ ബാൻ ചെയ്യും, ചില കോർട്ട് കേസസുകളൊക്കെ നടപ്പിലാക്കും. പിന്നീട് പ്രഷർ കുറയുമ്പോൾ പഴയ നെറ്റ്വർക്ക് പുതിയ പേരിൽ വീണ്ടും പ്രവർത്തിക്കും. ഇതാണ് ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്പ്. ഇന്ത്യ FATF ലീഡർഷിപ്പ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഈ ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്പ് ലോകത്തിന് മുമ്പിൽ കൂടുതൽ ശക്തമായിട്ട് ഉയർത്താം. ഇനി പാകിസ്ഥാന് ഞങ്ങൾ ആക്ഷൻ എടുത്തു എന്ന് പറയുന്നത് മാത്രം പോരാ. ഇന്ത്യ ചോദിക്കും, കൺവിക്ഷൻ എവിടെ? നെറ്റ്വർക്ക് ഡിസ്മാൻഡലിംഗ് എവിടെ? ഫണ്ടിംഗ് റൂട്ടിന്റെ ക്ലോഷർ എവിടെ? റീബ്രാൻഡഡ് ചാരിറ്റിക്കെതിരായ നടപടി എവിടെ? ഹവാല ഓപ്പറേറ്റർമാരെ പിടിച്ച തെളിവ് എവിടെ? ക്രിപ്റ്റോ വാലറ്റ് ട്രേസ് ചെയ്ത ഡേറ്റ എവിടെ? അങ്ങനെ ഇത് പാകിസ്ഥാനെ ഒരു ഡിപ്ലോമാറ്റിക് ഡിഫൻസീവ് പൊസിഷനിലാക്കും. ഇന്ത്യക്ക് ഈ പദവിയിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്, ഇന്ത്യയുടെ വോയിസ് കൂടുതൽ ശക്തമാകും. പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെറർ എന്ന വിഷയത്തിൽ ഇന്ത്യ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇനി കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വെയിറ്റോടുകൂടി അവതരിപ്പിക്കാൻ പറ്റും. രണ്ടാമത്, റോ, NIA, ED, FIU, ഇന്റലിജൻസ് ഏജൻസീസ് ഇവരൊക്കെ ശേഖരിക്കുന്ന ടെറർ ഫണ്ടിംഗ് ഡേറ്റ, ഹവാല റൂട്ടുകൾ, ഷെൽ കമ്പനീസിൻ്റെ വിവരങ്ങൾ, ചാരിറ്റി ഫ്രണ്ടുകൾ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ബോർഡർ നെറ്റ്വർക്ക്, ഇതിനെയെല്ലാം ഗ്ലോബൽ പോളിസി ഡിസ്കഷനിൽ കൂടുതൽ ശക്തമായിട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്, ടെററിസം എന്ന് പറയുന്നത് ബോർഡർ ഇഷ്യൂ മാത്രമല്ല, അതൊരു ഫിനാൻഷ്യൽ ക്രൈം ഇഷ്യൂ കൂടിയാണെന്ന് ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും. നാലാമത്, പാകിസ്ഥാൻ്റെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ആണ് എന്ന പഴയ നറേറ്റീവ് നമുക്ക് തകർക്കാം. ഇന്ത്യക്ക് ഈ വിഷയം ഗ്ലോബൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് തന്നെ ശക്തമായിട്ട് അവതരിപ്പിക്കാം. അഞ്ചാമത്, യൂറോപ്പ്, അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ഏഷ്യ പസഫിക് രാജ്യങ്ങൾ ഇവരൊക്കെ ആയിട്ട് ഇന്ത്യക്ക് കൂടുതൽ കോയലീഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ടെറർ ഫിനാൻസിങ്, ക്രിപ്റ്റോ മിസ്യൂസ്, ഫേക്ക് ചാരിറ്റീസ്, ഇല്ലീഗൽ റെമിറ്റൻസ്, ഡ്രഗ് മണി, ഓൺലൈൻ ഫണ്ട് റേസിംഗ് ഇതെല്ലാം എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ സ്മാർട്ട് ഡിപ്ലോമസി. അങ്ങനെ പാകിസ്ഥാനെ ബയലാറ്ററൽ കോർണറിൽ മാത്രം അറ്റാക്ക് ചെയ്യാതെ ഗ്ലോബൽ കംപ്ലയൻസ് പ്രഷറിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുക. ഇനി ടെറർ ഫിനാൻസിങ് പഴയ പോലെ ഒരു ക്യാഷ് സൂട്ട് കേസ് മാത്രമല്ല. ഇന്ന് പണം വരുന്നത് സോഷ്യൽ മീഡിയ ഫണ്ട് റേസിംഗ് വഴിയാകാം, ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ഗ്രൂപ്പുകൾ വഴിയാകാം, ക്രിപ്റ്റോ വാലറ്റ്സ് വഴിയാകാം, ഓൺലൈൻ ബെറ്റിങ്ങിലൂടെയോ ഫേക്ക് NGOസിലൂടെയോ റിലീഫ് ക്യാമ്പയിൻ വഴിയോ ഷെൽ ട്രസ്റ്റുകൾ വഴിയോ ഒക്കെ ആകാം. ഇതുകൂടാതെ ഡ്രഗ് ട്രാഫിക്കിംഗ്, ഗോൾഡ് സ്മഗ്ലിംഗ്, കൗണ്ടർഫീറ്റ് കറൻസി ഇവരെല്ലാം ഇതിൽ ചേരാനും സാധ്യതയുണ്ട്. ഇവിടെയാണ് ഇന്ത്യയുടെ അഡ്വാൻറ്റേജ്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡിജിറ്റൽ ഫിനാൻഷ്യൽ എക്കോസിസ്റ്റം ഉള്ളത് ഇന്ത്യക്കാണ്. UPI, ഡിജിറ്റൽ ഐഡൻറ്റിറ്റി, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ സംശയകരമായ ട്രാൻസാക്ഷൻ റിപ്പോർട്ടിംഗ് സിസ്റ്റം, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡേറ്റാബേസ്, ഇതെല്ലാം ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു പ്രാക്ടിക്കൽ സ്ട്രെങ്ത് നൽകും. അതുകൊണ്ട് FATFൽ ഇന്ത്യയുടെ ഫോക്കസ് പാകിസ്ഥാൻ മാത്രമായിരിക്കില്ല. ഇന്ത്യ പറയാൻ പോകുന്നത് കൂടുതൽ വലിയ കാര്യമായിരിക്കും. ഡിജിറ്റൽ ഫിനാൻസ് വളരട്ടെ, പക്ഷേ ടെറർ ഫിനാൻസിന് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവരുത്. ഇത് മോഡേൺ ഇന്ത്യയുടെ ശക്തിയാണ്. ടെക്നോളജി, ഇൻ്റലിജൻസ്, ലോ എൻഫോഴ്സ്മെൻറ്റ്, ഡിപ്ലോമസി ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു നാഷണൽ സെക്യൂരിറ്റി മോഡൽ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് ബാക്ക് ഫുട്ടിലാകും? ഇതാണ് ചോദ്യം. ഒന്നാമത്, അവരെക്കുറിച്ചുള്ള സ്കൂട്ടിനി, അവരെക്കുറിച്ചുള്ള അന്വേഷണം കൂടും. പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ ഇല്ലെങ്കിലും FATF സ്റ്റാൻഡേർഡിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. രണ്ടാമത്, അവർ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന റീബ്രാൻഡിങ് ഗെയിം ബുദ്ധിമുട്ടാകും. ലഷ്കർ-e-തായിബ, ജെയ്ഷെ-മുഹമ്മദ് പോലെയുള്ള സംഘടനകളുമായിട്ട് ബന്ധമുള്ള ചാരിറ്റി ഫ്രണ്ടുകളോ അല്ലെങ്കിൽ പുതിയ പേരിലുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടെങ്കിൽ അവയെയൊക്കെ എക്സ്പോസ് ചെയ്യാനായിട്ട് ഇന്ത്യ കൂടുതൽ ശക്തമായിട്ട് ശ്രമിക്കും. മൂന്നാമത്, കടലാസിൽ കാണിക്കുന്ന കംപ്ലയൻസ് നടപ്പിലാക്കൽ മാത്രം പോരാ. ഞങ്ങൾ നിയമം പാസാക്കി, അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, ഓർഗനൈസേഷൻ ബാൻ ചെയ്തു, ഇതൊന്നും മാത്രം മതിയാവില്ല. ഗ്രൗണ്ട് ലെവൽ ഇതെങ്ങനെ നടപ്പാക്കി എന്നുള്ളത് അവർ തെളിയിക്കേണ്ടി വരും. നാലാമത്, എക്കണോമിക് കോസ്റ്റ് കൂടും. പാകിസ്ഥാൻ്റെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ വീണ്ടും സംശയത്തിലായാൽ ഇൻവെസ്റ്റർമാരും കടം കൊടുക്കുന്നവരും ഗ്ലോബൽ ബാങ്കുകളും മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം കൂടുതൽ ജാഗ്രത കാണിക്കും. അഞ്ചാമത്, പാകിസ്ഥാൻ്റെ നറേറ്റീവ് വീക്കാവും. ഇനി ഇത് ഇന്ത്യയുടെ പ്രൊപ്പഗണ്ടയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എളുപ്പമല്ല.
ഇന്ത്യ FATF ലീഡർഷിപ്പ് ടേബിളിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ രാജ്യങ്ങൾ ഗൗരവമായിട്ട് കേൾക്കും. ഇതാണ് പാകിസ്ഥാൻ്റെ യഥാർത്ഥ പ്രശ്നം. സുഹൃത്തുക്കളെ, ഡിഫൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ റഫേൽ, ബ്രഹ്മോസ്, S-400 ഡ്രോണുകൾ, എയർക്രാഫ്റ്റ് കാരിയർ ഇതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ നാഷണൽ സെക്യൂരിറ്റിയുടെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, ഫിനാൻഷ്യൽ വാർഫെയർ. ഒരു ഭീകരനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ബുള്ളറ്റ് വേണം, ഒരു ടെറർ ക്യാമ്പ് തകർക്കാനായിട്ട് മിസൈൽ വേണം. പക്ഷെ ഒരു ടെറർ ഇക്കോസിസ്റ്റം തകർക്കാനായിട്ട് അതിൻ്റെ മണി ട്രെയിൽ, പണം വരുന്ന വഴി, അത് പിടിക്കണം. ഇന്ത്യ ഇപ്പോൾ ആ മണി ട്രെയിൽ പിടിക്കുന്ന ആഗോള സംവിധാനത്തിൻ്റെ ലീഡർഷിപ്പ് ടേബിളിലാണ്. ഇത് ഇന്ത്യയുടെ പുതിയ മുഖമാണ്. ആക്രമണം നടന്ന ശേഷം മാത്രം പ്രതികരിക്കുന്ന ഇന്ത്യ അല്ല ഇത്. ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഫണ്ടിങ് ചെയിൻ മുറിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയാണ് ഇത്. ബോർഡറിൽ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നു, സീ ലൈനിൽ ഇന്ത്യൻ നേവി നിൽക്കുന്നു, ആകാശത്ത് ഇന്ത്യൻ എയർഫോഴ്സ് നിൽക്കുന്നു. ഇപ്പോൾ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമാൻഡ് ടേബിളിൽ ഇന്ത്യൻ എക്സ്പെർട്ടീസാണ് നിൽക്കുന്നത്. പാകിസ്ഥാൻ ഇനി പഴയ കളി അത്ര എളുപ്പമല്ല. ഇനി കൂടുതൽ ഗ്ലോബൽ സ്ക്രൂട്ടിനിയുടെ കീഴിലാവും. ഇന്ത്യയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ഭീകരവാദത്തിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല, ഭീകരവാദത്തിന് പണം നൽകുന്നവർക്കും രക്ഷയില്ല. ഇത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് വിക്ടറിയാണ്. ഇത് നമ്മുടെ ഏജൻസീസിൻ്റെ ഹാർഡ് വർക്കിന് കിട്ടിയ റെക്കഗ്നീഷനാണ്. ഇത് ടെറർ ഫിനാൻസിങ്ങിനെതിരെ ഇന്ത്യയുടെ സീറോ ടോളറൻസ് പോളിസിക്ക് ലഭിച്ച ഗ്ലോബൽ എൻഡോഴ്സ്മെൻ്റ് ആണ്. അവസാനമായിട്ട് പറയേണ്ടത് ഇതാണ്: ഇന്ത്യ ഇനി വെറും പരാതി പറയുന്ന രാജ്യമല്ല. ഇന്ത്യ ഇനി ലോകത്തിൻ്റെ സെക്യൂരിറ്റി അജണ്ട ഷേപ്പ് ചെയ്യുന്ന രാജ്യമാകുകയാണ്. അത് തന്നെയാണ് ഈ വാർത്തയുടെ യഥാർത്ഥ ശക്തി. സുഹൃത്തുക്കളെ, ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കണ്ടുമുട്ടാൻ നല്ലൊരു വീഡിയോ ആയിട്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.